നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മളെന്തിനാണ് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നത്? ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യണം, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇത് തന്നെയല്ലേ നിങ്ങൾ ദിവസവും പ്ലേ സ്റ്റോറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്ലേ സ്റ്റോറിൻ്റെ ഇതിന് മുന്നേ ഉള്ള കുറേ സീക്രട്ടുകൾ ഞാൻ പൊളിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സീക്രട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് ഞാൻ പ്ലേ സ്റ്റോർ ആപ്പ് ഓപ്പണേ ചെയ്യണില്ല, അല്ലാതെ തന്നെ അതിൻ്റെ ഒരു അത്ഭുതം കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു അത്ഭുത പ്ലേസിലായിരിക്കും അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അതിനെനിക്ക് നല്ല ഉറപ്പുണ്ട്. പലർക്കും അറിയാത്ത എന്നാൽ വളരെ ഉപകാരപ്രദമായ പ്ലേ സ്റ്റോറിലെ ഒരു പുതിയ ലോകത്താണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഏത് ലോകമാണ്, പ്ലേ സ്റ്റോറിൽ അത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള അതിൻ്റെ ഫ്യൂച്ചറുകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ MK Joys യൂട്യൂബ് ചാനൽ വെൽക്കം ടു അതായത് യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിനെ ബെല്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പ്ലേ സ്റ്റോർ ഇങ്ങനെ എടുത്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം കളക്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ പേജിലോട്ട് നമ്മൾ പോകുന്നതാണ്. നെറ്റ്വർക്കിൻ്റെ വേഗത അനുസരിച്ച് പുതിയ പേജിലോട്ട് നമ്മൾ കാണാത്ത പേജിലോട്ട് പോകുകയാണ്. ലോഡായതിനു ശേഷം ഗോ ഇറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടില്ലേ, നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ കാറ്റഗറി ബേസിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നുണ്ട്. ഈ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളിതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ബേസിൽ നമ്മളെ ആപ്ലിക്കേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ, ഇത് ഓരോരോ കാറ്റഗറി ബേസിൽ നമുക്കിങ്ങനെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് പ്ലേ സ്റ്റോർ ഹോം സ്ക്രീനിൻ്റെ ആഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇനി ബാക്കി പറയുന്നതേ ഉള്ളതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഇവിടെ വാച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആപ്പ് ലൈബ്രറിയിൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഫോണിലുള്ള ആപ്പുകളെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ഇട്ട് തരുന്ന ഓപ്ഷനാണ് ഈ കളക്ഷൻസിലുള്ള ഓപ്ഷനാണ് ആപ്പ് ലൈബ്രറി എന്ന് പറയുന്നത്. ഇനി വാച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എനിക്ക് യൂട്യൂബിൽ ഇപ്പോൾ പ്രീമിയം ഉണ്ട്, അതിവിടെ കാണാൻ സാധിക്കും. പിന്നെ സോണി ലിവ്, MX പ്ലെയർ, വീഡിയോ OTT അതൊക്കെ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ളതാണ്. ഇനി ഇവിടെ ഗെയിംസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് തികച്ച് ഫ്രീ ആയിട്ട് കളിക്കേണ്ട ഗെയിംസുകളാണ്. നമുക്ക് ഇൻസ്റ്റാൾ പോലും ചെയ്യേണ്ട. ഇവിടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പ്ലേ എന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. ഡയറക്റ്റ് പ്ലേ എന്നതാണ്. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ലിസണിങ് എന്നൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ വേറെ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഫീച്ചറാണ്. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരും. അവിടെ അത്രേ ഓപ്ഷനുള്ളൂ. നിങ്ങൾക്ക് പലർക്കും ഞാൻ ആദ്യം കാണിച്ച ഓപ്ഷന് അറിഞ്ഞുവിടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ U എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ നമ്മളെ ഫോണിൽ ഗെയിമുകൾ ആക്കി കളിക്കാറുണ്ട്. അത് പിന്നെ എല്ലാ കുട്ടികളെയും സ്ഥിരമുള്ള സ്വഭാവമാണ്. നമുക്ക് അവർ എത്ര സമയം ഗെയിം കളിച്ചെന്ന് അവരോട് ചോദിച്ചാൽ പറയും, ഞാൻ 1.5 മണിക്കൂർ കളിച്ചു തീർന്നു. ഇത് തന്നെയായിരിക്കും അവർ പറയുന്നത്. എന്നാൽ നമുക്കിവിടെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും അവർ എത്ര മണിക്കൂറാണ് ഗെയിം കളിച്ചത്, അവർ ഏതൊക്കെ ഗെയിം എപ്പോഴാണ് കളിച്ചത് എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം എത്ര മണിക്കൂറാണ് കളിച്ചതെന്ന്
കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബൈക്കിൻ്റെ ഒരു ഗെയിം തന്നെ 24 hours കളിച്ചിട്ടുണ്ട്. ഇത് 13 hours ബസ്സിൻ്റെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. പിന്നെ ട്രക്കിൻ്റെ ഒരു ഗെയിം 32 minutes കളിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ആപ്ലിക്കേഷനാണെന്ന് വ്യക്തമായി നമുക്ക് കാണാനും അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് കുട്ടികൾ എത്ര നേരമാണ് നമ്മൾ ഫോൺ എടുക്കുന്നത്, എത്ര നേരമാണ് ഫോണിൻ്റെ ഗെയിം കളിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് വേണ്ടത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലവരെ ഫോണിൽ ഇങ്ങനെ എനിക്കത്തില്ല വരിക, അവരെ ഏതൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടോ ആ ഗെയിമിൻ്റെ ഫുള്ള് ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഇത്രയും ഗെയിം ആയതുകൊണ്ടാണ് ഇത്രയും കാണാൻ സാധിക്കുന്നത്. അവർ ഏതൊക്കെ കളിച്ചിട്ടുണ്ടോ അതിൻ്റെ കാണാൻ സാധിക്കും. ഇനി ഇയർ അനുസരിച്ച് ഈ ഗെയിം തന്നെയാണ് സ്ഥിരമായിട്ട് കളിക്കുന്നത്. മന്ത്, ഇയർ, ആള് എല്ലാം ഇത് തന്നെയാണ് ഫുള്ളായിട്ട് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കൂടുതലായി വരുന്നത്. ഇതിൽ ഒരു ബൈക്കിൻ്റെ ഒരു ഗെയിമാണ് കൂടുതൽ ആയി ഉപയോഗിച്ചിട്ട് ഉള്ളത്. പിന്നെ ഈ ഓപ്ഷൻ കൊണ്ട് വേറെ ഒരു പ്രയോജനം കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രയോജനം. നമ്മളെ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഡേയ് നിനക്ക് ഏതെങ്കിലും ഒരു ഗെയിം ആവശ്യമില്ലാതെ നീ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാടേ, നിനക്കത് ആവശ്യമുണ്ടാടേ, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയിട്ടാടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം ആവശ്യമുണ്ട്, എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എന്ന് അവർ ചോദിക്കും. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അവരെത്ര സമയം ഈ ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒറ്റയടിക്ക് കാണാനും സാധിക്കും. അവർ ഏറ്റവും കുറച്ച് ഉപയോഗിച്ച ആപ്പ് എന്ന് പറയുന്നത് ഇതാണ് 13HR 32H. ഈ ബസ്സിൻ്റെ ഇതാണ് കുറച്ച് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് അവർ ഏത് ആപ്പാണോ കൂടുതൽ ഉപയോഗിക്കാത്തത് അത് കണ്ട് മനസ്സിലാക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി വലിയൊരു സ്പേസ് തന്നെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്ലേ സ്റ്റോറിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഇതെന്ന് പറയുന്നത്. എനിക്കിതിൽ കളക്ഷൻസിലുള്ള ആ ഓപ്ഷനാണ്, ആപ്പുകളൊക്കെ വേർതിരിച്ച് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് എനിക്ക് പൊതുവായി ഇഷ്ടപ്പെട്ടത്. മറ്റൊന്നും കൊള്ളാം, എന്നാലും നമുക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഗെയിം കളിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് നല്ല ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. കാര്യമായിട്ട് പറയാണ് പ്ലേ സ്റ്റോറിൽ. അതല്ല പ്ലേ സ്റ്റോറിൽ അറിയാവും, നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇനി കണ്ട് വിളിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനിതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങൾക്ക് ലഭിക്കും. MK Choice എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിലാളം ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.